അമരം 4K ദൃശ്യമികവോടെ നവംബർ 7 മുതൽ ലോകമെമ്പാടുമുള്ള തിയേറ്ററുകളിലേക്ക്. ഫ്ലവേഴ്സ് ടോപ്പ് സിംഗർ സീസൺ 6ന്റെ അതിമനോഹരമായ ഒരു എപ്പിസോഡിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്നേഹസ്വാഗതം. ഇവിടുത്തെ കുട്ടി പാട്ടുകാരെല്ലാരും പാട്ട് പാടാൻ റെഡി ആയിട്ട് നോക്കിയിരിക്കുകയാണ്. പാട്ട് മാത്രമല്ല, ഡാൻസും ഒരുപാട് വിശേഷങ്ങളും ഒക്കെ നമ്മുടെ പ്രേക്ഷകരെ കാത്തിരിക്കുകയാണ്. കൂടുതൽ അവരെ അറിയാനും അവരുടെ പാട്ടുകൾ കേൾക്കാനും, അത് മാത്രമല്ല ജഡ്ജസ് പറയുന്ന പോലെ ഓരോ റൗണ്ട്സ് കഴിയും തോറും കൂടുതൽ ഇംപ്രൂവ്മെന്റ് നമ്മൾ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഒരുപാട് നല്ല വിശേഷങ്ങളാണ് ഇന്നത്തെ നമ്മുടെ ടോപ്പ് സിംഗറിന്റെ എപ്പിസോഡിൽ പ്രേക്ഷകരെ കാത്തിരിക്കുന്നത്. ഒട്ടും താമസിപ്പിക്കുന്നില്ല, നമ്മുടെ ജഡ്ജസിനെ വെൽക്കം ചെയ്യാം. ലെറ്റ്സ് വെൽക്കം ആര്യ ചേച്ചി, MJ അങ്കിൾ ആൻഡ് ഉണ്ണി അങ്കിൾ. വെൽക്കം ആര്യ ചേച്ചി. ഇനി ആര്യ ചേച്ചിയുടെ ഫേവറേറ്റ് റൗണ്ട്, ഈ ഉടുപ്പിനൊക്കെ ചേരുന്ന പോലെ ഒരു റൗണ്ട് വരട്ടെ. എന്റെ ക്യാപ്റ്റൻ അറിയോ ഇനി ആരാ വരാൻ പോകുന്നത്? മലപ്പുറത്തുനിന്നുള്ള ഒരാളാണ് വരാൻ പോകുന്നത്. ആരാണ്? അൻവിക. യെസ്, അൻവിക കുട്ടി എത്തുന്നു. ലെറ്റ്സ് വെൽക്കം അൻവിക ഓൺ സ്റ്റേജ്. ഈ അൻവി നമുക്കാരാ? ആരാ? പൂമ്പാറ്റ. ഞാൻ നടന്നു വന്നു, പറന്നു വന്നൂടായിരുന്നു. ഞാൻ ആലോചിച്ചതാ, പിന്നെ റിസ്ക് എടുക്കണ്ടെന്ന് വിചാരിച്ചൊക്കെ ഡ്യൂപ്പിനെ വെച്ചാ അൻവി, ഒരു ചോദ്യം ചോദിക്കട്ടെ? പാറ്റയുടെ തലയില് പൂ വെച്ചാ പൂമ്പാറ്റയാവോ? ഇത് കഴിഞ്ഞ പ്രാവശ്യം ചോദിച്ചതാ കേട്ടോ. പാറ്റയുടെ തലയില് പൂ വെച്ച ടെക്നിക്കലി പോസിബിൾ അല്ലല്ലോ. ടെക്നിക്കലി അല്ലാതെ തോന്നുന്നു. ഒരു രീതിയിൽ പോസിബിൾ അല്ല അല്ലേ? അല്ല, ഇത് ശരിക്കുള്ള പൂമ്പാറ്റയാണ് കേട്ടോ. ബട്ടർഫ്ലൈ ഓഫ് മ്യൂസിക്. എന്തൊക്കെയാണ് ഇത്? കൊള്ളാലോ കോസ്റ്റ്യൂം, അടിപൊളി കോസ്റ്റ്യൂം, സംതിങ് വെരി ഡിഫറെന്റ്. വെരി ഡിഫറെന്റ്. നോക്കട്ടെ, ഇങ്ങനെ കൊള്ളാട്ടോ, അടിപൊളി. ഇപ്പഴാണ് ശരിക്കും പൂമ്പാറ്റയത്, ചിറകൊക്കെ വിടർത്തി ഇങ്ങനെ ഒരു വാടി വിശ്വനാഥ് പൂമ്പാറ്റ. ഇന്ന് ഏത് പാട്ടിലാണ് പറക്കാൻ പോണേ? മച്ചാനെ വായൻ മച്ചാനെ. അപ്പൊ ഉണ്ണിച്ചേട്ടാ റെഡി ആയിക്കോളൂ. ഉണ്ണിയങ്കളാണ് മച്ചാൻ. അപ്പൊ അൻവിക കുട്ടി, പാട്ടിന്റെ ഡീറ്റെയിൽസ് പോരട്ടെ. മൂവി മന്നാർ മത്തായി സ്പീക്കിംഗ്, ലിറിക്സ് ബിച്ചു തിരുമല സർ, മ്യൂസിക് SP വെങ്കടേഷ് സർ, സിംഗർ മാൽഗുഡി ശുഭ മാം. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. മച്ചാനെ വായൻ മച്ചാനെ വാ, മറ്റാരും കാണാതച്ചാരം താ. മച്ചാനെ വായൻ മച്ചാനെ വാ, മറ്റാരും കാണാതച്ചാരം താ. നെഞ്ചിൽ ഉന്മാദത്താളം, പഞ്ചപാണന്റെ മേളം, ആവാഹ സ്വാഹ ജപിച്ചിട്ടും കുട്ടുക്കുമായി ബാവ വരം താത്ത. ഇത് കൂജ മഹാരാജ, മച്ചാനെ വായൻ മച്ചാനെ വാ, മറ്റാരും കാണാതച്ചാരം താ. മറ്റാരും കാണാതെ ചാരം താ.
മച്ചാനെ വാ മറ്റാരും കാണാതാരം താ താങ്ക് യു. അവസാനത്തെ അട്ടഹാസം എങ്ങനെയായിരുന്നു? അതാ ഫ്ലോയില് വരണം. അതെങ്ങനെയായിരുന്നു? ഒന്നുകൂടെ. സ്വരത്തിലെന്നെ പാടി അല്ലേ? ഇതുപോലെ മറ്റേ കൃഷ്ണ 21 പറഞ്ഞൊരു ഒരു കാർട്ടൂൺ ഉണ്ടായിരുന്നില്ല, അതിലൊരു ഒരു പൂതനയുടെ ക്യാരക്ടറിന് കൊടുത്തിട്ടുള്ള ഒരു എന്ന് പറഞ്ഞിട്ടൊരു ശബ്ദമുണ്ട്. അത് പൂതനയാണെന്ന്. അല്ല, ഇൻഡയറക്ട്ലി കുട്ടി നന്നായി പാടിയതാണ് ഞാൻ ഉദ്ദേശിച്ചത്. എനിക്ക് താങ്ക് യു. താങ്ക് യു. ഈ വോയിസ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. ദിസ് ഇസ് യുവർ റിയൽ വോയിസ്. അതാണല്ലോ ഇത്. എനിക്ക് തോന്നി കുറച്ചും കൂടെ ഇമ്പാക്ട് ചിലപ്പം കുറച്ചും കൂടെ തുറന്നു പാടുമ്പോഴായി. ചരണത്തിന്റെ എൻഡിലൊക്കെ പാടിയ വോയിസ് ഇല്ലേ, അത് തന്നെ ആദ്യം വന്നു കഴിഞ്ഞാൽ നന്നാവൂലേ? മച്ചാനെ വാ മച്ചാനെ വാ. ഇസ് നോട്ട് അല്ലേ? ഇത് ഈ ഒരു ടാമ്പർ ഓഫ് വോയിസ് അത് ബ്യൂട്ടിഫുൾ ആണ് കേട്ടോ. നമുക്ക് അതൊരു ബ്ലെസ്സിങ് ആണ്. ഓക്കെ, അത് മറക്കണ്ട. പിന്നെ ആ ചിരി എങ്ങനെയാണ് ഇങ്ങനെയൊക്കെ ചിരിക്കാൻ പറ്റുന്നത്? എനിക്കറിയില്ല. മീനോട്ടിക്ക് പറഞ്ഞു കൊടുക്കൂ. ജെനറ്റിക്സ് ആയിരിക്കും. ജെനറ്റിക്സ് ആയിരിക്കും. അമ്മമ്മേന്റെ ചിരിയൊക്കെ നല്ല രസം ആണോ? വീട്ടിൽ അട്ടഹാസമാണോ ഫുൾ ടൈം? ചേച്ചി ഒന്ന് ചിരിച്ചു നോക്കുന്നോ ചേച്ചി? ഇങ്ങനെ ഇല്ല. ആ ചിരി ഒന്ന് അവിടെ പഠിപ്പിച്ചേ മീനോട്ടിക്ക്. മീനോട്ടി എനിക്ക് പൂതനെ ഓർമ്മ വന്നു ഒരു നിമിഷം. സോറി. പിന്നെ ഒരു 70 ഡിഗ്രീസ് ആംഗിളിലാണല്ലോ, കുറച്ച് കുനിഞ്ഞ് അത് വേണമെന്ന് വെച്ചിട്ടാണ്. ഇവിടെ ഒരു രസത്തിന് എല്ലാവരുടെയും കുനിഞ്ഞ് കുറച്ചുകൂടെ ഒരു ചിൽ ഔട്ട് സോണിൽ അത് വേണം തോന്നുന്നു. അപ്പൊ നേരെ നിന്നിട്ട് തന്നെ അങ്ങനെ ഒന്ന് പാടിക്കേ. മച്ചാനെ വാ മച്ചാനെ വാ. പിന്നെ കുറച്ച് സീരിയസ് ആയി ഇടയ്ക്കിടയ്ക്ക്, കാരണം ആ മ്യൂസിക്കാലിറ്റിയെ പറ്റി ചിന്തിക്കുന്നതുകൊണ്ടാണ് അല്ലെ. ഇവിടെ ഈ നോട്ട് ശരിയാവുമോ, ഇവിടെ ഈ ഭാവം ശരിയാവുമോ, ഇവിടെ ഈ എക്സ്പ്രഷൻ ആണോ കൊടുക്കേണ്ടതെന്നുള്ളത് മനസ്സിൽ ഇങ്ങനെ വർക്ക്ഔട്ട് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പൊ അതുകൊണ്ട് എന്ത് പറ്റും, അത് സീരിയസ് ആവും അല്ലെ. അപ്പൊ ആ സീരിയസ്നെസ് ഒന്ന് കളഞ്ഞൂടെ, അത് വെടിയണം. പക്ഷെ കുറച്ചും കൂടെ ചിൽ ഔട്ട് സോൺ വേണം കേട്ടോ. ഈ പാട്ട്, ഇത്തരം പാട്ടുകളൊക്കെ പാടുമ്പോഴത്തേക്ക് ആ രീതിയിൽ വേണം അതിനെ അപ്രോച്ച് ചെയ്യാൻ. ഗോട്ട് ദ പോയിന്റ്? ഓക്കെ, ശരിക്കും ഫ്രീക്ക് ഔട്ട് ചെയ്തു. നന്നായിരുന്നു, വളരെ നന്നായിരുന്നു. താങ്ക് യു. ആക്ച്വലി പാടുന്ന സമയത്ത് മീനാക്ഷിനെയൊക്കെ ഒന്ന് ചുറ്റി കറങ്ങിയൊക്കെ വരാമായിരുന്നു. ഞാൻ അവിടെ ആയിരുന്നല്ലോ. അപ്പൊ അങ്ങോട്ട് നോക്കിയിട്ട് പാടാമായിരുന്നു. പാടിയത് നന്നായിരുന്നു കേട്ടോ, വളരെ നന്നായിരുന്നു. ആ പാട്ടിനെ വേണ്ട സാധനങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. ഓക്കെ, പിന്നെ ബിച്ചുവേട്ടനെ നമുക്കൊന്ന് അല്ലേ ഇതിൽ എഴുതി വെച്ചിട്ടുള്ള സാധനങ്ങളൊക്കെ ആവാഹ സ്വാഹായ ജപിച്ചിടും അതൊക്കെ നന്നായി പാടി മോള് കേട്ടോ. കുറച്ചും കൂടി ഫ്രീക്ക് ഔട്ട് ചെയ്യാം, നല്ല ചില്ല് ചെയ്ത് പാടാം, ഭയങ്കര ഒരു ഫൺ ഇങ്ങനെ എൻജോയ് ചെയ്തിട്ട് പാടാം. നന്നായിരുന്നു മോളെ, നല്ല പെർഫോമറാ. അല്ലെ ഉണ്ണിച്ചേട്ടൻ നാച്ചുറൽ പെർഫോമർ അല്ലേ? ഉണ്ണിച്ചേട്ടൻ പറഞ്ഞാണ് അതിന് കറക്റ്റ് വാക്കാണ്. ആ നാച്ചുറൽ പെർഫോമൻസ് ആക്ച്വലി ക്യാമറ വന്നപ്പോൾ ബാക്കി എല്ലാ കുട്ടികളോടും പറയും, നിങ്ങൾ അങ്ങോട്ട് നോക്കരുത് ഇങ്ങോട്ട് നോക്കരുത്, ക്യാമറയിലേക്ക് നോക്കി പാടണം. അൻവിക കുട്ടിയുടെ പ്രസൻസ് ഓഫ് മൈൻഡ് അവിടെയാണ് കണ്ടത്. അവിടെ ക്യാമറ വന്നപ്പോ ക്യാമറയുടെ കൂടെ അവള് പോയിട്ട് കൈയൊക്കെ ഇങ്ങനെ കാണിച്ചങ്ങ് വിട്ടു. സോ നൈസ് ടു വാച്ച് ഇട്ടോ. ആക്ച്വലി അത് ചുറ്റുമുള്ളത് അറിയുന്നുണ്ട്, എന്നാൽ അതിനെയും കൂടെ ഇൻവോൾവ് ചെയ്യിപ്പിച്ചിട്ടാണ് അൻവിക കുട്ടിയുടെ ആ പെർഫോമൻസ് വരുന്നത്. വെരി പ്രൊഫഷണൽ, വെരി പ്രൊഫഷണൽ. പിന്നെ നല്ല കോൺഫിഡൻസ്, ആ ഔട്ട്ഫിറ്റും അതിന്റെ കൂടെ വന്ന അൻവിക കുട്ടിയുടെ കോൺഫിഡൻസും ഒരേ ലെവലിൽ നിൽക്കായിരിക്കും. യു ആർ സൂപ്പർ ഹാപ്പി ടു ബി ദെയർ. എന്താ പറയാ, ഭയങ്കര ഇഷ്ടമുണ്ട് അവിടെ നിൽക്കാനും അവിടെ വന്ന് പെർഫോം ചെയ്യാനും. ആ ഇഷ്ടം ഇങ്ങോട്ടേക്ക് എത്തുകയും ചെയ്യുന്നുണ്ട് പാട്ട് പാടുമ്പോഴത്തേക്ക്. ഇതൊരു കുഞ്ഞു സാധനം മാത്രം പാടിത്തരാമോ? ഇത് കൂജ ഇപ്പഴാണ് ശരി. നേരത്തെ കുറച്ചൊരു ക്ലാരിറ്റി കുറവുണ്ടായിരുന്നു. പക്ഷെ കുഴപ്പമില്ല, അടിപൊളിയാണ്. താങ്ക് യു. പാട്ടിന്റെ ഒരു ഞാൻ പറയട്ടെ ചേട്ടാ, ഇതില്ലേ മറ്റേ ഇങ്ങനെ വായിക്കണേ, തരത്ത 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 തരത്ത. ഈ 3 നോട്ടിൽ ചെറിയൊരു അഡ്ജസ്റ്റ്മെന്റ് വരുത്തിയ MJ സാറിന്റെ ഒരു പാട്ടാവും. ഏതാണെന്ന് പറയാൻ പറ്റുമോ? പാട്ടിലൊരു പക്ഷിയുണ്ട്.
തോറ്റോ ആർക്കെങ്കിലും കിട്ടിയോ? എല്ലാവരും മീനൂട്ടിക്ക് പറയാം. പറയാൻ പറ്റോ? പക്ഷിയുണ്ട്, പക്ഷിയുണ്ട്. കുയിൽ. ആര് പറഞ്ഞെന്ന്? ആര് പറയാ? പക്ഷി കുയിലല്ലേ സാധാരണ പാട്ട്. എന്താ ഏത് പാട്ടാ പറ? കുയിൽ വെച്ച് നോക്കുമ്പോൾ മണിയുള്ള കുയിലായിരിക്കും, മണിക്കുയിലായിരിക്കും. ഞങ്ങൾക്ക് അതൊക്കെ കിട്ടും. അത്ഭുതമാണ് കേട്ടോ. മീനുട്ടി ഇപ്പൊ ഹാരപ്പ മോഹൻജാദാരോ. ആ, അതെ. ആ അത് തദത്ത 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 അങ്ങനെയാണ് ഈ പാട്ടിൽ വരുന്നത്. സാറിന്റെ മണിക്കുയില എന്ന് പറഞ്ഞ പാട്ട് തദന്ത 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 മണിക്കുയിലേ എന്ന് പറഞ്ഞിട്ട് വരും. സെയിം നോട്ട്സ്. ദ ഡിസ്കവറി ഓഫ് ഇന്ത്യ. ആ. ഇങ്ങനെയാണ് ഞാൻ പാട്ടുകളൊക്കെ ഓരോ പരിപാടിയാക്കി വെക്കുന്നത്. ഇപ്പൊ അൻവികക്കുട്ടി ഓ മാർക്ക് കേൾക്കണ്ടേ? കേക്കണം. അതിനു മുന്നേ അവിടുന്ന് ഇത്രയോ സപ്പോർട്ടുള്ള ഒരു ഫാമിലിനെ വേറെ കാണൂല കേട്ടോ. ആ, അതെ. കൈയടിച്ച് എല്ലാരും അതെ ഇങ്ങനെ ഞാൻ നോക്കുമ്പോ അതെ, ആരൊക്കെയാ വന്നിരിക്കുന്നത്? അച്ഛനും അമ്മേനെ നമുക്കറിയാം. അമ്മേന്റെ അമ്മമ്മയും മുത്തശ്ശനും. അമ്മമ്മയും മുത്തശ്ശനും ഞങ്ങൾ പരിചയപ്പെട്ടു. ഹായ്. എന്റെ പേര് മാധവൻ. ആദ്യം വരെയല്ലേ ടോപ്പ് സിംഗറില്? അതെ, ആദ്യമായിട്ട് വരാ. ടിവിയിൽ കാണാറുണ്ടോ ടോപ്പ് സിംഗർ ഓ എപ്പോഴും? തീർച്ചയായിട്ടും. ഇപ്പൊ നേരിട്ട് കണ്ടപ്പോ എന്ത് തോന്നുന്നു? എന്തോ ഒരു അത്ഭുത ലോകത്തിൽ ആദ്യമായിട്ടാണ് ഇങ്ങനത്തെ ഒരു അനുഭവം. അതെ, നമ്മുടെ അൻവിക കുട്ടിയുടെ പാട്ട് നേരിട്ട് കേൾക്കുമ്പോ സന്തോഷല്ലേ? സന്തോഷമായിരുന്നു. ഓക്കെ. അമ്മമ്മയ്ക്കോ? എന്റെ പേര് സാവിത്രി. ആ, ഞാൻ ടോപ്പ് സിംഗറിന്റെ ഒരു കടുത്ത ആരാധികയാണ്. ആ, മുടങ്ങാതെ കാണാറുണ്ട്. ആഹാ. പിന്നെ മോളെ ഇത്രയും വലിയൊരു ഫ്ലോറില് ഇത്രയും പ്രഗത്ഭരായ ജഡ്ജസിന്റെ മുന്നില് പാടാൻ കഴിഞ്ഞതിൽ ഏറെ അഭിമാനം, ഏറെ സന്തോഷം. ആ. ഒരു കാര്യം കൊണ്ട് പറഞ്ഞിട്ട് മാർക്ക് തരാം. ഓക്കെ. ഈ സിനിമ മാന്നാർ മത്തായി സ്പീക്കിംഗ് ആ. സൂപ്പർ സിനിമയാണ്. കണ്ടിട്ടുണ്ടോ? ആ പിന്നെ ആ. ചിരിച്ച്. ആ, അപ്പൊ ഇതിൽ വേറെ പാട്ടുകളുണ്ട് ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളത്. ആ. അതിലെനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളത് ആറ്റിറമ്പിലാൽ മരത്തിൽ. ബ്യൂട്ടിഫുൾ മെലഡിയാണ്. അങ്ങനെ പല പാട്ടുകളുണ്ട്. പാൽ സരണികൾ അങ്ങനെയുള്ള ആ പാട്ടുണ്ട്. ശരിയാ. ആ, കൊലക്കയിൽ നീരാടി ആ പാട്ട്. ആ, ആ, ഇങ്ങനെയുള്ള ബ്യൂട്ടിഫുൾ സോങ്സ് ഉണ്ട് അല്ലേ? Yeah. അപ്പൊ മാർക്ക് വേണ്ടേ? തരട്ടെ. തരണം. കഴിഞ്ഞ പ്രാവശ്യം കുറച്ച് സങ്കടത്തിൽ പോയതാണ്, ഇപ്രാവശ്യം ഫുൾ ഹാപ്പി. അതെ. അതിന്റെ സങ്കടം മാറ്റാൻ വേണ്ടിട്ട്. പക്ഷെ ഇവിടെ എല്ലാം തീരുമാനിക്കുന്ന ഉണ്ണിച്ചേട്ടനാണ്. ചുമ്മാ. മച്ചാനേന്നൊക്കെ വിളിച്ച് പാടിയതാണ്. ഓക്കെ അൻവിക, യു വിൽ ബി അവാർഡഡ് 98.5. താങ്ക് യു. താങ്ക് യു. ശിവബായി. Bye, bye. ടാറ്റാ. ഓൾ ദി ബെസ്റ്റ്. ബൈ. ഉണ്ണിയങ്കിൾ, യെസ്. ഇനി നമ്മൾ മെലഡി റൗണ്ടിലേക്ക് പോവാണ്. ഒരു നല്ല മെലഡി കേൾക്കാം. മെലഡീസ് കേൾക്കാൻ വളരെ ഇഷ്ടാണ്. എപ്പോഴും. അതെ, അങ്ങനെ ഒരു നല്ല മെലഡി നമ്മൾ കേൾക്കാൻ പോവാ. തൃശ്ശൂരിൽ നിന്ന് ഒരാൾ വരാൻ പോകുന്നേ നമ്മുടെ അനുഷ്ക കുട്ടിയാണ്. ലെറ്റ്സ് വെൽക്കം അനുഷ്ക ഓൺ സ്റ്റേജ്. ഞങ്ങൾ ഉടുപ്പ് കാണാൻ നോക്കി നിൽക്കുകയായിരുന്നു. ലുക്കിംഗ് വെരി ബ്യൂട്ടിഫുൾ ടുഡേ. സുഖായിരിക്കുന്നോ? സുഖം. എല്ലാരും എന്ത് പറഞ്ഞു പ്രോഗ്രാം ഒക്കെ കണ്ടിട്ട്? എല്ലാവർക്കും ഭയങ്കര ഇഷ്ടപ്പെട്ടു. ആ. പിന്നെ നാട്ടിലൊക്കെ ഫ്ലെക്സ് ഒക്കെ വെക്കാൻ പറഞ്ഞിട്ട് ഫോട്ടോ അയച്ചു തരാനൊക്കെ അതെ, ഏത് പാട്ടാണ് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട് പാടിയത്? കണ്ണാടിക്കൈയിൽ. ആഹാ. ആ. ആരാണ് ഏറ്റവും നല്ല കമന്റ്സ് പറഞ്ഞു? ഫ്രണ്ട്സ് ആണോ? ആ ഫ്രണ്ട്സ് പറഞ്ഞു. പിന്നെ അനിയത്തിയുടെ സ്കൂളിൽ പഠിക്കുന്ന ഒരു കൊച്ച് വന്നിട്ട് എന്നോട് പറയാറുണ്ട്, ചേച്ചിയുടെ പാട്ട് കേട്ടിട്ടാ ഞാൻ ഉറങ്ങാറ്, എനിക്ക് ചേച്ചിയുടെ പാട്ട് ഭയങ്കര ഇഷ്ടാന്നൊക്കെ പറയാറുണ്ട്. ടീച്ചേഴ്സൊക്കെ വിളിച്ചിരുന്നോ? ആ ടീച്ചേഴ്സൊക്കെ വിളിക്കാറുണ്ട്. അതെയോ? നല്ല പ്രോത്സാഹനം തരുന്നുണ്ട്. ആ അവരെന്നും കാണാറുണ്ട് എന്ന് പറഞ്ഞു ടോപ്പ് സിംഗർ. ഗുഡ് ഗുഡ്. അപ്പൊ ഇന്ന് നമുക്ക് ഏതാണ് വിഭവം? ഇന്ന് ഞാൻ പാടാൻ പോണ പാട്ട് ഭയങ്കര സ്പെഷ്യലാ. ആഹാ. എൻ്റെ ഏറ്റവും ഫേവറേറ്റ് പാട്ടാ. അപ്പൊ ഗംഭീരമോ? കാർമുകിലിൽ. ആ, ഇത് പാൽപായസം പോലെ. യെസ്. പാലടപ്രഥമൻ. അതെ. ബ്യൂട്ടിഫുൾ സോങ്. രാഹുലിന്റെ അല്ലേ? Yes. ആ, രാഹുൽ ഹായ്. ഞാൻ ഒത്തിരി ഇഷ്ടപ്പെടുന്ന മ്യൂസിക് കമ്പോസറാണ് രാഹുൽ. രാഹുലിന്റെ പല പാട്ടുകളുണ്ട്. ഈ പാട്ട് പ്രത്യേകിച്ചും രാഹുൽ Just വളരെ ഡിഫറെന്റ് ആണ് love it. അല്ലെ അപ്രോച്ച് ടുവേർഡ്സ് മ്യൂസിക് ആ. അല്ലേ? കുറെ വ്യത്യസ്തമായിട്ടുള്ള പാട്ടുകളൊക്കെ അതെ. രാഹുൽ കൊണ്ടുവന്നിട്ടുണ്ട്. ഈ പാട്ട് പ്രത്യേകിച്ചും, അതാണ് ഞാൻ പറഞ്ഞത്, ഈ പാട്ട് പ്രത്യേകിച്ച് പറയേണ്ടതാണ്. വെരി ഗുഡ് സെലക്ഷൻ ഓഫ് സോങ്. താങ്ക് യു സർ. അപ്പൊ അനുഷ്ക കുട്ടി എന്താ എന്താണ് പാട്ടിന്റെ ഡീറ്റെയിൽസ്? ഡീറ്റെയിൽസ്? മ്യൂസിക് രാഹുൽ രാജ് സാർ, ലിറിക്സ് റഫീഖ് അഹമ്മദ് സാർ. റഫീഖിന്റെ കാര്യം പറയണം. ഭയങ്കര ബ്യൂട്ടിഫുൾ
റിലിക്സ് ആണ്. പിന്നെ മൂവി ബാച്ചിലർ പാർട്ടി പാടിയത് ശ്രേയ ഘോഷാൽ മാമും നിഖിൽ മാത്യു സാറും. പിന്നെ ഇയർ 2012, ഞാൻ ജനിച്ച വർഷം. അയ്യോ, ഈ മൂവിയിലും എന്റെ ഫേവറേറ്റ് പാട്ടുണ്ട്. ഏതാ? രമ്യ ചേച്ചി പാടിയില്ലേ, വിജനസുരഭി. വിജനസുരഭി. ആ. വിജനസുരഭി വാടികളിൽ അകലെ എവിടെ പോയി നീ, സജലമിഴികൾ തേടുകയായി ഹൃദയനാഥാവരൂ, വിരഹമിതറിയാൻ മാധവം മലരുകൾ തൂവിയ ശയ്യയിൽ പ്രണയ നിവേദ്യമിതേൽക്കുവാൻ പ്രിയനു പരിഭവമോ. രമ്യ ചേച്ചിയുടെ വൺ ഓഫ് മൈ ഫേവറേറ്റ് സോങ്സ് ആണ്. എനിക്ക് വളരെ കുറച്ച് ഫീമെയിൽ ആർട്ടിസ്റ്റിന്റെ സോങ്സ് മാത്രമേ അതേ സ്കെയിലിൽ, ഒറിജിനൽ സ്കെയിലിൽ എനിക്ക് പാടാൻ പറ്റുള്ളൂ. അതില് ഒരു സിംഗറാണ് രമ്യ ചേച്ചി. അതെ അതെ, അതുകൊണ്ട് എനിക്ക് എപ്പോഴും ചേച്ചിയുടെ പാട്ടുകൾ ഇറങ്ങാൻ ഞാൻ ഇങ്ങനെ വെയിറ്റ് ചെയ്തോണ്ടിരിക്കും. ഓൾ ദി ബെസ്റ്റ് അനുഷ്ക കുട്ടി. അപ്പൊ താങ്ക് യു. പൊളിക്കണം. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു ചേച്ചി. പിടഞ്ഞുണരും തുലാമിന്നലായി നീ, വാതിലുകൾ തുറന്നടയും നിലാനാളമായി നീ, വിവശമെന്തോ കാത്തിരുന്നും അലസമേതോ മൗനമാർന്നും, വിവശലോലം കാത്തിരുന്നും അലസമേതോ മൗനമായി പറയാതറിഞ്ഞു നാം. പാതിരയോ പകലായി മുഴുകളോ മലരാം പ്രിയമുഖമാ, നദിയിൽ നീന്തിയലയും മിഴികൾ. തോമഞ്ഞും തീയാവുന്നു നിലാവിൽ നീ വരില്ലെങ്കിൽ, ഓരോരോ മാത്രയും ഓരോ യുഗം നീ പോവുകിൽ. പാതിരയോ പകലായി മുഴുകളോ മലരാം പ്രിയമുഖമാ, നദിയിൽ നീന്തിയലയും മിഴികൾ. ഈ നെഞ്ചിൽ കിനാവാളും ചിരാതിൽ നീ തിളങ്ങുമ്പോൾ, ഓരോ സുഹാസവും ഓരോ ദളം നീ പൂവനം. കാർമുകിലിൽ പിടഞ്ഞുണരും തുലാമിന്നലായി നീ, വാതിലുകൾ തുറന്നടയും നിലാ
പാടി ഉണ്ണിയങ്കളിനെ എണീപ്പിച്ചു. ഉണ്ണിയങ്കളിന് എങ്ങനെ ഉണ്ടായിരുന്നു എക്സ്പീരിയൻസ്? അനുഷ്ക മോൾ, എന്ത്? ഞാൻ വേറൊരു ലോകത്തിലായിരുന്നു. ഇപ്പൊ ഇങ്ങനെ ഇറങ്ങി വന്നേ ഉള്ളൂ. ബ്യൂട്ടിഫുൾ ആയി പാടി. താങ്ക് യു സർ. അതായത് ശ്രേയ ഘോഷാൽ വോയിസിലത്തെ സകല ഡൈനാമിക്സും യൂസ് ചെയ്യുന്ന ഒരു സിംഗറാണ്. അപ്പൊ ഈ പാട്ടിൽ പ്രത്യേകിച്ചും കമ്പോസിഷനിലെ ഓരോ ലൈനിലും പല വേരിയേഷൻസും ഉണ്ട്. ആ വേരിയേഷൻസിലൊക്കെ പല ഡൈനാമിക്സും അപ്ലൈ ചെയ്തിട്ടുണ്ട്. അതെല്ലാം മോളും അപ്ലൈ ചെയ്തു. താങ്ക് യു സർ. ആ ടേക്ക് ഓഫ് എന്റെ ഫേവറേറ്റ് സിംഗർ. അതുകൊണ്ടാണ് ആ മോൾക്ക് ആ പാട്ടിനോടുള്ള പ്രേമം അല്ലെങ്കിൽ ഇഷ്ടം അത് മുഴുവനും ആ പാട്ടിൽ കണ്ടു. എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ആഗ്രഹം മാമിന്റെ ഒരു ഷോയ്ക്ക് പോയി ഒറ്റയ്ക്ക് ടിക്കറ്റ് എടുത്ത് കാണണം. ഒറ്റയ്ക്ക് ടിക്കറ്റ്? അതെന്താ? ഒരാളെ ഞാൻ കൂട്ടില്ല. ഒറ്റയ്ക്ക് പോണം. അതെന്തൊരു ഒറ്റയ്ക്ക് പോണേ? അതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ് മാമിന്റെ പാട്ട്. ഒറ്റയ്ക്ക് പാട്ട് കേട്ട് കരയാനാണോ ആരും കാണാതെ? അതെന്താന്നറിയില്ല. എനിക്കൊരു പ്രാന്ത് കയറിയതാ ശ്രേയ ഘോഷാൽ മാമിന്റെ പാട്ടുകൾ കേട്ടപ്പോ. പിന്നെ എനിക്ക് കുറേ പ്ലേലിസ്റ്റ് ഉണ്ട്, അതിങ്ങനെ ഞാൻ കേട്ടോണ്ടിരിക്കും. അതിലേറ്റവും ഫേവറേറ്റ് പാട്ട് ഇതാ. എനിക്കും ഭയങ്കര ഇഷ്ടമാണ് ശ്രേയ ഘോഷാലിന്റെ പാട്ടെന്ന് പറഞ്ഞാൽ. ഞാൻ കുട്ടനോട് പറയായിരുന്നു, കുട്ടന്റെ പല പാട്ടുകളും മലയാളത്തിലേക്ക് കൊണ്ടുവന്നതും ഏറ്റവും നല്ല പാട്ടുകൾ പാടിച്ചതും ഒക്കെ കുട്ടനാണ്. അപ്പൊ ആ പാട്ടുകളോടൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. സാറ് കമ്പോസ് ചെയ്ത പാട്ടില് മാം പാടിയിട്ടുള്ളത് എനിക്ക് ഇഷ്ടപ്പെട്ടത് പാട്ടിൽ ഈ പാട്ടിൽ. അതെന്റെ ഫേവറേറ്റ്. ഇപ്പൊ ഒറ്റയ്ക്ക് കാണുന്ന പറഞ്ഞപ്പോ ഞാൻ ഇങ്ങനെ വിഷ്വലൈസ് ചെയ്യായിരുന്നു. അതായത് ഒരു സ്റ്റേജിൽ ശ്രേയ പാടുന്നു, ഓഡിയൻസിൽ വേറെ ആരുമില്ല, അനുഷ്ക മാത്രം. അത് സൂപ്പറായിരിക്കില്ലേ? അങ്ങനെയല്ല, അങ്ങനെ വന്നാലോ നമ്മുടെ ഡ്രീംസ് ഒക്കെ മാനിഫെസ്റ്റ് ചെയ്യുന്നല്ലേ പറയുന്നത്, ലോ ഓഫ് അട്രാക്ഷൻ എന്നൊക്കെ പറയുന്നത്. അതാണ് ഞാനിപ്പോ മാനിഫെസ്റ്റ് ചെയ്യുന്നത്. ബ്യൂട്ടിഫുൾ. തീർച്ചയായും നടക്കും മോളെ. ഈ പാട്ടിൽ എന്ന് പറഞ്ഞ സമയത്ത് എനിക്ക് ഒരു ചെറിയൊരു ഓർമ്മ. കുട്ടൻ എന്നെ ആ പാട്ട് പാടാൻ വിളിച്ചു. യെസ്, ഞാൻ പോവുകയും ചെയ്തു, പാടാൻ ശ്രമിക്കുകയും ചെയ്തു. പക്ഷെ എനിക്ക് ഒരു ജസ്റ്റിസ് ചെയ്യാൻ പറ്റിയില്ല ആ പാട്ടിനോട്. അതുകൊണ്ട് കുട്ടൻ ആ പാട്ട് മറ്റേ ജേട്ടൻ പാടി അല്ലേ? ഓക്കെ, പാട്ടിന്റെ കാര്യം പറഞ്ഞപ്പോ ഞാൻ പറഞ്ഞത്. എനിക്ക് അന്ന് വോയിസ് അത്ര സുഖം ഉണ്ടായിരുന്നില്ല. അനുഷ്ക കുട്ടി എന്താ ആ പാട്ടിനോടുള്ള മുഴുവൻ ഇഷ്ടവും പാടി വെച്ചിട്ടുണ്ട് അവിടെ. ഞാനിങ്ങനെ നോക്കിയിരിക്കായിരുന്നു ഒരു ഭാഗം കഴിഞ്ഞപ്പോ. ശരിക്കും മേഞ്ഞു ആ പാട്ടില്. അതും അവള് ഭയങ്കര ഇൻവോൾവ് ആയിട്ടെ. ഒന്നും അറിയില്ല, അവള് ഒന്നും അറിയുന്നില്ല, അനുഷ്ക ഒന്നും അറിയുന്നില്ല. ഇങ്ങനെ ഇരുന്നിട്ട് അവൾ ഇങ്ങനെ ഇൻവോൾവ് ചെയ്ത് പാടിക്കൊണ്ടിരിക്കുക. ആൻഡ് ഓർക്കസ്ട്ര, ഐ ലവ് യു പീപ്പിൾ. നല്ല പ്രസന്റേഷൻ ആണ്, കാണാനും ഭംഗി. മൊത്തത്തിൽ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ആലോചിക്കണം. 13 വയസ്സിൽ യു ഹാവ് എ വെരി വെരി ബ്രൈറ്റ് ഫ്യൂച്ചർ. പൊളിക്കും. എന്തായാലും ഒരു ദിവസം ശ്രേയ ചേച്ചിയുടെ മുന്നിൽ പാടാൻ പറ്റും. ഞങ്ങളെല്ലാവരും ടിക്കറ്റ് എടുത്ത് കാണാൻ പറ്റും. ടിക്കറ്റ് എടുത്തിട്ട് കാണും അനുഷ്ക കുട്ടിയുടെ ഷോ. താങ്ക് യു മാം. പാട്ട് എന്ന് പറയുമ്പോഴത്തേക്കും ആത്യന്തികമായിട്ട് അത് കൊണ്ടുവരേണ്ടതെന്ന് പറഞ്ഞാൽ ഒരു ഇന്നർ ഹാപ്പിനെസ് ആണ്. അത് പാടുന്ന ആൾക്കും അത് കേൾക്കുന്ന ആൾക്കും. ഇന്ന് മോള് പാടിക്കഴിഞ്ഞപ്പോൾ വാട്ട് എ വോയിസ്, വാട്ട് എ ടാലന്റ്. അപ്പൊ അങ്ങനെ വന്നപ്പോഴത്തേക്കും ഇവിടെ ഒരു ഇന്നർ ഹാപ്പിനെസ് ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പൊ അങ്ങനെ നിറഞ്ഞു കവിയുമ്പോഴത്തേക്കും നമുക്ക് വാക്കുകൾ കിട്ടൂല. ആ രീതിയിലാണ് ഞാൻ ഇവിടെ ഇരിക്കണം. ഓക്കെ, മോളത് വളരെയധികം എൻജോയ് ചെയ്തു. യുനോ, ഇവിടെ ഇറ്റ്സ് നോട്ട് അബൌട്ട് ഗെറ്റിംഗ് മാർക്സ്, ഇറ്റ് ഇസ് അബൌട്ട് എൻജോയ്മെന്റ്. മ്യൂസിക് എങ്ങനെ എൻജോയ് ചെയ്യാം. നമുക്ക് 2 വോയിസ് ഉണ്ട് ഒരു പാട്ടുകാരനോ പാട്ടുകാരിക്കോ. ഒന്ന് നമ്മൾ വോക്കൽ കോഡിൽ നിന്ന് പ്രൊഡ്യൂസ് ചെയ്യുന്ന വോയിസ്, പിന്നെ നമ്മുടെ ഹൃദയത്തിന്റെ വോയിസ് ഉണ്ട്. എനിക്ക് ഒരുപാട് ഹൃദയത്തിന്റെ വോയിസ് ഇതിനകത്ത് കേൾക്കാൻ പറ്റി. അത് ചെറിയ കാര്യമല്ല, അത് വലിയൊരു കാര്യമാണ്. ആൻഡ് ദാറ്റ് ഇസ് വെരി സോൾഫുൾ. അപ്പോഴാണ് നമ്മൾ പറയുന്നത് എന്ത് സോൾഫുൾ ആയിട്ട് പാടി എന്ന് പറയുന്നത്. അപ്പൊ മോളത് വളരെ സോൾഫുൾ ആയിട്ട് പാടിയിട്ടുണ്ട്. പിന്നെ എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു കള്ളത്തരമുണ്ട് ഇതിനകത്ത്. അതെന്താണെന്ന് ഞാൻ പറയണ്ട, ഇങ്ങോട്ട് തന്നെ പറയണം. എന്താ? ചരണത്തിന്റെ അവസാനം ആ സസ്റ്റെയിൻ ഇല്ലേ, ആ സസ്റ്റെയിൻ കറക്റ്റായിട്ട് പിന്നെ വരുന്നുണ്ടല്ലോ, പാതിരയോ എന്നുള്ളതിലൂടെ കണക്ട് ചെയ്യുന്നുണ്ടല്ലോ. അത് കുറച്ച് നേരത്തെ ആയിപ്പോയി. അത് താളത്തില് അത് കണ്ട് മറന്നുപോയാ. കള്ളക്കുട്ടിയാണേ. അതൊക്കെ പിടിക്കേ. അതാണ്. അപ്പൊ അത് പക്ഷെ എന്ത് രസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നന്നായിട്ട് അതിനെ കാമഫ്ലാഷ് ചെയ്തു, ഹാൻഡിൽ ചെയ്തു. അതായത് ഞാൻ വേണമെന്ന് വെച്ച് ഇംപ്രവൈസ് ചെയ്താണേ എന്നുള്ള രീതിയിൽ അത് പാടി. അത് ഒന്നും അറിയാത്ത പോലെ. ദാറ്റ് ഇസ് വെരി ഗുഡ്. അത് എന്റെ സ്റ്റൈലാണ്, ഞാൻ ഇങ്ങനെ പാടൂ എന്നൊക്കെ ഓഡിയൻസിന്റെ അടുത്ത് പറയുന്ന പോലെയാണ്. അവിടെ അതേസമയം ഇങ്ങനെ ആക്കിയിരുന്നെങ്കിൽ, അല്ലെങ്കിൽ മിസ്റ്റേക്ക് ആണെന്ന് സ്വയം തോന്നുന്ന രീതിയിൽ മറ്റുള്ളവർക്ക് അത് അറിയിക്കുന്ന രീതിയിൽ ചെയ്തിരുന്നെങ്കിൽ അത് നന്നാവൂലായിരുന്നു.
നമുക്ക് ചില ആൾക്കാർ നമുക്ക് ഐഡൽസ് ആയിട്ടുണ്ടാവും. ഇപ്പൊ ശ്രേയ ഐഡലാണ്. അപ്പൊ നമ്മൾ തീർച്ചയായിട്ടും യേശുദാസ് സാറ് പണ്ട് പറയുമായിരുന്നു, അതായത് മുഹമ്മദ് റഫീ സാറാണ് ഐഡൽ എന്ന് പറയുന്നത്. ഇപ്പൊ ആദ്യം താമസം എന്തേ അതുപോലുള്ള പാട്ടുകൾ കേൾക്കുമ്പോഴത്തേക്കും റഫീ സാബിന്റെ ഒക്കെ ഒരു ആലാപനത്തിന്റെ എന്തൊക്കെയോ സ്ട്രെയിൻസ് നമുക്ക് തോന്നാം. അത് ഭയങ്കര ഗംഭീരമാണ് ദാസ് സാറിന്റെ വോയിസിൽ വരുമ്പോൾ. അപ്പൊ നമ്മൾ ആദ്യം ഒരാളെ ഐഡലൈസ് ചെയ്യാം, പക്ഷെ പതുക്കെ പതുക്കെ നമ്മുടെ സ്വന്തം ശൈലിയിലേക്ക് വരണം. ഇപ്പൊ തുടക്കമേ ആയിട്ടുള്ളൂ, അങ്കിൾ ഒരു സ്പാർക്ക് ഇട്ട് തരാണ് ഇത് നോക്കാനായിട്ട്. ഇപ്പൊ ശ്രേയയുടെ പാട്ട് പാടിയാലും ശ്രേയ പാടുന്ന ഡൈനമിക്സ് നമ്മൾ പാടിയാലും അത് അനുഷ്കിന്റെ പാട്ടായിരിക്കണം. ഗോട്ട് പോയിന്റ്. അപ്പൊ അതിലേക്ക് നമുക്ക് ജേണി ചെയ്യാം. അതിൽ ഞാൻ കൂടെ ഉണ്ട്. അത് കറക്റ്റ് ആയിട്ട് വന്നില്ലെങ്കിൽ ഞാൻ പിടിച്ച് അവിടെ ഇടും. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. അത് ശരിക്കും എവിഡൻസ് ആയത് ആക്ച്വലി ആ മെയിൽ പോർഷൻ, നിഖിൽ ചേട്ടൻ പാടിയ ആ പോർഷൻ വന്നപ്പോഴാണ് ആക്ച്വലി ആ ഇത് തന്നെ പെട്ടെന്ന് മാറിയിട്ട് അവിടെ അനുഷ്ക കുട്ടി കയറി വന്നു. നോട്ടീസ് മോളെ എത്ര തവണ ഈ പാട്ട് പ്രാക്ടീസ് ചെയ്തു? ഇത് കൊറേ കേട്ടു ഞാൻ. ഇപ്പൊ കൂടുതൽ ഇങ്ങനെ കേൾക്കും തോറും ഞാൻ അതിൽ ഇൻവോൾവ് ആയിട്ട് വരായിരുന്നു. ബ്ലഡിൽ അലിഞ്ഞു അല്ലേ? ഞങ്ങൾ അത് മാത്രല്ല, അനുഷ്ക കുട്ടി പറഞ്ഞല്ലോ ഇത് ഫേവറേറ്റ് ഒരു പാട്ടാണെന്ന്. ഒരു ഫോട്ടോ ആണ് കേട്ടോ, കാണാം. ഇത് അനുഷ്ക കുട്ടി കുറെ വർഷം മുന്നേ അല്ലെ പാടിയിട്ട് അതില് രാഹുലേട്ട വന്ന് കമന്റ് ചെയ്തതാണ് ഈ ഫോട്ടോ. ഇത് എപ്പോഴായിരുന്നു ഇത് ഞാൻ 6th പഠിക്കുമ്പോ. 6th പഠിക്കുന്ന സംഭവം. ഇത് എവിടെയാ പാടിയത്? ഇൻസ്റ്റഗ്രാമിലോ? ഇത് വീട്ടില് സൗണ്ട് കാർഡ് ഉണ്ടായിരുന്നു. അപ്പോ ഈ പാട്ട് എന്റെ ഭയങ്കര ഫേവറേറ്റ് ആണല്ലോ. അപ്പൊ ഞാൻ പല്ലവി പഠിച്ചിട്ട് പാടിയിട്ടതാ. അപ്പൊ സാറ് കമന്റ് ചെയ്തു. അപ്പൊ എന്ത് തോന്നി? ഭയങ്കര സന്തോഷം. ഇത് അനുഷ്ക ജനിച്ച തൊട്ട് പാടാൻ തുടങ്ങിയ പാട്ടാ. അയ്യോ, ഇങ്ങനത്തെ കമന്റ്സും ഇങ്ങനത്തെ ഷെയർസും ഒക്കെ ലൈഫ് ചേഞ്ച് ചെയ്യുന്നുള്ളതിന്റെ ഏറ്റവും വലിയ എക്സാമ്പിൾ ഞാനാന്ന് പറയാം. ആൻഡ് ഐ കീപ് ഡൂയിങ് ദാറ്റ്. എനിക്ക് ഇഷ്ടപ്പെട്ട ആൾക്കാരുടെ സോങ്സ് ഒക്കെ ഞാനും ഷെയർ ചെയ്യാറുണ്ട്. ആക്ച്വലി ഒരു ലൈഫ് ആകെ മാറ്റി മറിക്കുന്നതാണ് ഈ സോഷ്യൽ മീഡിയയിലത്തെ ഇങ്ങനത്തെ കാര്യങ്ങൾ. തീർച്ചയായും നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിലേക്ക് എത്താൻ വേണ്ടി പറ്റുന്ന പ്ലാറ്റ്ഫോംസ് ഇപ്പം അവൈലബിൾ ആണ്. അതിലൊരു സംശയമില്ല. നമ്മുടെ ടാലൻസ് ഇങ്ങനെ പുറത്തേക്ക് വിട്ടോണ്ടിരിക്കാൻ മാത്രമേ ഉള്ളൂ. നമുക്ക് ആ സമയത്ത് ചെറിയൊരു സന്തോഷം. പക്ഷെ ഇൻ ദ ലോങ് ജേർണി ഇറ്റ്സ് ദ ബെസ്റ്റ് ഗിഫ്റ്റ് ദാറ്റ് യു ക്യാൻ എവർ റിസീവ് എന്നുള്ളതാണ്. ഇനിയൊരു പ്രഡിക്ഷൻ കൂടെ പറയാം. ഈ ഒരു പാട്ട് ഇപ്പൊ പാടിയ പാട്ടില്ലേ, അതൊന്ന് പോസ്റ്റ് ചെയ്യണേ. ശ്രേയ ഘോഷാൽ വിൽ ഗെറ്റ് ഇൻ ടച്ച് വിത്ത് യു. തീർച്ചയാണ് ഇത്. അപ്പൊ രാഹുലേട്ടൻ അന്ന് പല്ലവി മാത്രമേ കേട്ടുള്ളൂ. നമുക്ക് പറയാം ഇത് ഈ പാട്ട് ഫുൾ കേൾക്കണം. ഓക്കെ, അപ്പൊ ഇനി മാർക്സ് വേണ്ടല്ലോ, ഇത്രയൊക്കെ പറഞ്ഞു കിട്ടും. അതെ, മാർക്സ് വേണം. അപ്പൊ ശ്രേയ ജീവനായിട്ട് കൊണ്ടു നടക്കുന്ന അനുഷ്കിന് ഇന്ന് എത്രയാ മാർക്ക്? അറിയില്ല. 98.5 out of 100. താങ്ക് യു സർ. അനുഷ്ക ഹാപ്പിയാണോ? പിന്നെ ഞങ്ങളും ഹാപ്പിയാണ് കേട്ടോ. സൂപ്പർ, ഓൾ ദ വെരി ബെസ്റ്റ്. ഇങ്ങനെ ഒത്തിരി നല്ല നല്ല പാട്ടുകളായിട്ട് വീണ്ടും വായോ. ബൈ. താങ്ക് യു ചേച്ചി. ബൈ. MJ അങ്കിളെ, നമ്മുടെ ടോപ്പ് സിംഗർ സീസൺ 6 ആദ്യമായിട്ട് ഇപ്പോ ദേവരാജൻ മാസ്റ്റർ ഹിറ്റ്സ് റൗണ്ട് വന്നിരിക്കുകയാണ്. We are all happy. അതെ, ആണ് എന്റെ ഗുരുനാഥന്റെ പാട്ടുകൾ ഇവിടെ അത് പാടുമ്പോഴത്തേക്ക് എനിക്ക് ഇവിടെ ഇരിക്കാനായിട്ടുള്ള ഒരു ഭാഗ്യമുണ്ടല്ലോ. എനിക്കും അദ്ദേഹം എന്ത് തന്നിട്ടുണ്ടോ ബ്ലെസ്സിങ്സ് അത്ര മാത്രമേ എനിക്കുള്ളൂ. അതിൽ കൂടുതലും ഇല്ല കുറവുമില്ല എന്നുള്ളതാണ്. പക്ഷെ അത് വേണ്ടുവോളം കിട്ടിയോണ്ടാണ് ഈ സീറ്റും എനിക്ക് കിട്ടുന്നത് എന്നുള്ളതിനെ പറ്റി സംശയമില്ല. അദ്ദേഹത്തിന്റെ പാട്ടുകൾ എന്ന് പറഞ്ഞാൽ ഓരോന്നും പാഠപുസ്തകങ്ങളാണ്. ശരിക്കും ഒരുപാട് ഗായകരെ അദ്ദേഹം കൊണ്ടുവന്നിട്ടുണ്ട്. ദാസർ, ജേട്ടൻ, അതുപോലെ എത്രയോ പേര് കാലാന്തരങ്ങളിലൂടെ. അപ്പൊ അതിലെവിടെയോ ഞാനും ഉണ്ട് എന്നുള്ളതിൽ എനിക്ക് എപ്പോഴും അഭിമാനമാണ്. അത് മാത്രമല്ല, മാസ്റ്ററുടെ ആദ്യത്തെ ശിഷ്യൻ എന്ന് പറയുന്നത് MK അർജുനൻ സാറാണെന്ന് പറയാം. അതിനുശേഷം അതേ വഴിയിൽ ജോൺസേട്ടൻ ഉണ്ടായിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് എനിക്കവിടെ ആ ഒരു തായ് വഴിയിൽ എനിക്കും ചേരാൻ പറ്റിയിട്ടുണ്ടെന്നുള്ളത് ഒരു വലിയ ഭാഗ്യമായിട്ട് ഞാൻ കാണുകയാണ്. അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്കും എൻ്റെ പൊന്നു തമ്പുരാൻ എന്ന് പറഞ്ഞ സിനിമയ്ക്ക് വേണ്ടിയിട്ട് ദേവരായ മാസ്റ്ററിന് വേണ്ടി കണ്ടക്ട് ചെയ്യാനായിട്ടുള്ള ഒരു വലിയ ഭാഗ്യം എനിക്ക് ഉണ്ടായിട്ടുണ്ട്. എൻ്റെ ജനറേഷനിൽ വേറെ ആർക്കും അത് ഉണ്ടായിട്ടില്ല എന്നുള്ളത് തീർച്ചയാണ്. വലിയൊരു ക്രെഡിറ്റ് ആണ്. മാത്രമല്ല അതിനൊരു പ്രത്യേകത ഉണ്ട്. കാരണം വയലാർ സാർ എഴുതിയ പാട്ടാണ്. അത് ദേവരായ മാസ്റ്ററുടെ ഈണം. യേശുദാസ് സാറ് സ്റ്റുഡിയോയിൽ ഡയറക്റ്റായിട്ട് പാടുകയാണ്. അതാണ് കണ്ടക്ട് ചെയ്യാൻ പറ്റിയത്. തിരുവനന്തപുരം തരങ്ങണിയിലായിരുന്നു. അപ്പോൾ വയലാർ, ദേവരാജൻ, യേശുദാസ് എന്ന് പറയുന്ന ആ ഒരു വലിയൊരു ടീം, ലെജൻഡറി ടീം, അതില് ഒരു കണ്ടക്ടറായിട്ട് എനിക്കും പ്രവർത്തിക്കാൻ പറ്റിയതാണ്. അപ്പൊ അന്ന് വയലിൻ വായിച്ചിരുന്ന മോഹൻ സിത്താര, മുരളി സിത്താര, മോഹൻ ചേട്ടനും മുരളി ചേട്ടനും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ വലിയ വലിയ സംഗീതജ്ഞരാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ അതൊക്കെ ഈ സമയത്ത് ഞാൻ ഓർക്കുകയാണ്. എൻ്റെ ഗുരുനാഥന് നമസ്കാരം.
സല്യൂട്ടിംഗ് ദി റിയൽ മാസ്റ്റർ. അപ്പൊ ജഡ്ജസ് നമ്മുടെ ദേവരാജൻ മാസ്റ്റർ ഹിറ്റ്സ് റൗണ്ടില് ഒരു ഗോവക്കാരൻ എത്താൻ പോണു. ലെറ്റ്സ് വെൽക്കം ദക്ഷ് ധാർമിക് ഓൺ സ്റ്റേജ്. ഹലോ. ഹായ്. നല്ല രസമുണ്ടടാ ഉടുപ്പ് കാണാൻ. താങ്ക് യു ചേച്ചി. ഇവൻ കാരണം എന്ത് സംഭവിച്ചെന്ന് അറിയാമോ? എന്ത് സംഭവിച്ചു? ഇവന്റെ കൂടെ ഡാൻസ് ചെയ്ത് പിന്നെ എനിക്ക് അനങ്ങാൻ പറ്റാതായി. ഇവന്റെ കൂടെ പിന്നെ ഹോസ്പിറ്റലിലൊക്കെ പോയി ഇല്ല. എമർജൻസിയിലൊക്കെ പോയി ഒരു വഴിയായി. സോറി സാർ. എന്നോട് നീ ഇങ്ങനെ എന്തിനു ചെയ്തു? പക്ഷെ ശരിക്കും ഞാൻ എന്നോട് തന്നെയാ ചെയ്തത്. കാരണം അവൻ അത്രയും നന്നായിട്ട് അവിടെ ഡാൻസ് ചെയ്തപ്പോഴേ എനിക്കിവിടെ സഹിക്കാൻ വയ്യാതെ ഞാൻ ഓടി വന്നങ്ങ് ഡാൻസ് ചെയ്തത്. അപ്പൊ ദക്ഷേ, യെസ് സർ. ആ പാട്ടില്ലേ? യെസ് സർ. ഏത്? ആ തീവണ്ടി പാട്ട്. ഉടുപ്പി മംഗളൂർ. അത് അതിഗംഭീരായിരുന്നു. ഒരുപാട് പേര് പറഞ്ഞു. താങ്ക് യു സർ. ആ ഇന്നിപ്പോ ഏത് പാട്ടുമായിട്ടാണ് വന്നിരിക്കുന്നത്? ഇന്ന് ജി ദേവരാജൻ മാസ്റ്റേഴ്സ് ഹിറ്റ്സ് റൗണ്ടില് ഇന്ദ്രവല്ലരി പൂച്ചൂടി വരും. ബ്യൂട്ടിഫുൾ. സുന്ദര ഹേമന്തരാത്. യെസ് സർ. എന്നെ നിന്മാറിലെ വനമാലയിലെ മന്ദാര മലരാ. മോനെ, ഈ പാട്ടൊക്കെ മുമ്പേ പാടിയിട്ടുണ്ടോ ഇവിടെ ഇപ്പൊ ഈ കോമ്പറ്റീഷൻ അല്ലാതെ? പണ്ട് പഠിക്കാൻ നോക്കിയിരുന്നു, പക്ഷെ അത് ടഫായിട്ടൊക്കെ ഞാൻ മാറ്റി വച്ചിരുന്നതായിരുന്നു. പണ്ട് എന്ന് പറഞ്ഞാൽ എത്ര കൊല്ലം മുമ്പേ? 2-3 വർഷം മുന്നേ. ഓ ഈ ദേവരാജ മാസ്റ്റർ പാട്ടുകൾ കുറെ കേൾക്കണം കേട്ടോ മോനെ. ഓക്കെ സർ. ഈ സിനിമയും പാട്ടെന്ന് പറയുന്നത് ഒരുപാട് ലെജൻസിന്റെ ഒരു കൂട്ടാണ്. ഗന്ധർവക്ഷേത്രം. ഇതിന്റെ കഥ എന്ന് പറയുന്നത് തകഴി സാറിന്റെ ആണ്. തകഴി ശിവശങ്കര പിള്ള സാറിന്റെയാണ്. അതേ ലെജൻഡാണ്. ഇത് സ്ക്രിപ്റ്റ് ചെയ്തിരിക്കുന്നത് തോപ്പിൽ ഭാസി സാറാണ്. അദ്ദേഹവും ലെജൻഡാണ്. ഇത് ഡയറക്ട് ചെയ്തിരിക്കുന്നത് വിൻസെന്റ് സാറാണ്. അദ്ദേഹവും ലെജൻഡാണ്. പിന്നെ എഴുതിയിരിക്കുന്നത് വലർ സാർ, അതുപോലെ ദേവരായ മാസ്റ്റർ, യേശുദാസ് സാർ, എല്ലാവരും ലെജൻസ് ആണ്. ഇത് അഭിനയിച്ചിരിക്കുന്നത് പ്രേം നസീർ സാർ, മധു സാർ, ശാരദ അമ്മ, കബീർ പൊന്നമ്മ, എല്ലാവരും ലെജൻസ്. ലെജൻസിന്റെ ഒരു സംഗമം. അപ്പൊ നിനക്ക് വേണ്ടി ഡീറ്റെയിൽസ് ഒക്കെ ഞാൻ പറഞ്ഞു കഴിഞ്ഞു. അപ്പൊ പാട്ടിലേക്ക് പോകട്ടെ. താങ്ക് യു സർ. താങ്ക് യു മാം. ഇന്ദ്രവല്ലരി പൂ
ഹായ്. സബാഷ്. താങ്ക് യു സർ. ദക്ഷ് കുമാര, യെസ് സർ. എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു കേട്ടോ. താങ്ക് യു സർ. എന്റെ ഗുരുനാഥന്റെ പാട്ടായതുകൊണ്ട് തന്നെ ഈ പാട്ടിനോട് പ്രത്യേക ഇഷ്ടം എനിക്കുണ്ട്. അത് കൂടുതൽ ഇഷ്ടം കൊണ്ടുവരുന്നത് നീയാണ്. താങ്ക് യു സർ. നീ ഒരു സൂപ്പർ പാട്ടുകാരനാ കേട്ടോ. താങ്ക് യു സർ. ആ പാട്ടിനെ കൊണ്ടുപോകുന്ന ഒരു വഴിയുണ്ട്, ഒരു ഗൈഡിങ് ട്രാക്ക് പോലെ ഇങ്ങനെ കൊണ്ടുപോയി ആ പ്രേമോദയങ്ങളിൽ അല്ലേ, അത് ഭയങ്കര രസമായിരുന്നു. താങ്ക് യു സർ. ഉണരുമീ സർപ്പലതാസദനം. ഈ സർപ്പലതാസദനം എന്ന് പറഞ്ഞാ എന്താണ്? സർപ്പത്തിന്റെ അർത്ഥം പാമ്പ്. ലതാസദനം മീൻസ് ഈ വള്ളികളൊക്കെ ഉണ്ടാവില്ലേ മരത്തിലൊക്കെ ഉള്ള, അതിന്റെ ഒരു ഗ്രൂപ്പ്. അപ്പോൾ വള്ളികൾ പാമ്പിനെ പോലെയാണല്ലോ ഉണ്ടാവുക, അപ്പോൾ അതിന്റെ ഒരു ഗ്രൂപ്പ് എണീറ്റ് വരുന്നു, ഉണരുന്നു. സബാഷ്. താങ്ക് യു സർ. മിടുക്കൻ. ഇത് മനസ്സിലാക്കിയിട്ടുണ്ട്, ഇത് മനസ്സിലാക്കേണ്ടതാണ്. അത് മനസ്സിലാക്കാനായിട്ടുള്ള ഒരു ആഗ്രഹം ഉണ്ടായില്ലേ, അവിടെയാണ് ഒരു ആർട്ടിസ്റ്റ് ഉള്ളത്. വെറുതെ ഒരു പാട്ട് അങ്ങ് പാടിപ്പോവല്ല, ഇത് വലിയൊരു കഴിവാണ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ മനസ്സിലാക്കി പാടുക എന്നുള്ളത്. അപ്പൊ സർപ്പലതാ സദനം എന്ന് പറയുന്നത് ശരിക്കും ആ സർപ്പങ്ങളെ പോലെയുള്ള വള്ളികൾ ഉള്ള ഇടം എന്നാണ്. അപ്പോ പ്രണയികൾ ശരിക്ക് അവിടെ ഇരിക്കാനും ഒന്നിച്ചിരിക്കാനും അതുപോലെ ആ പ്രണയം കൈമാറാനും ഒക്കെ ഉപയോഗിക്കുന്ന ഒരു ഇടം കൂടെയാണ്. അതിന്റെ ഒരു സുഗന്ധം കൂടെ ഉള്ള ഇടമാണ്. അതൊരു മധുരയാക്കി മാറ്റുന്നതാണ്. പറഞ്ഞ മനസ്സിലായത് ഭയങ്കര ബ്യൂട്ടിഫുൾ ആണ്. അതുപോലെ ഒഴുകുമീ വെണ്ണിലാ പാലരുവി, നിലാവിന്റെ നിലാവ് അതിങ്ങനെ ഒഴുകുന്നത് ഒരു പാലരുവി പോലെയാണ്. ഒരു നിമിഷം കൊണ്ടൊരു യമുനയാക്കുക. ഹൗ ബ്യൂട്ടിഫുൾ ഇറ്റ് ഇസ് അല്ലേ? ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന പുതിയ ജനറേഷൻ കുട്ടികൾ ഇതൊക്കെ മനസ്സിലാക്കണം. ഇങ്ങനെയൊക്കെ ഒരു വയലാർ ഉണ്ടായിരുന്നു നമുക്ക് എഴുതാനും ഇങ്ങനത്തെ രചനകൾ തരാനും ഇങ്ങനെ സംഗീതം ചെയ്യാൻ ദേവരായ മാസ്റ്റർ ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. നമ്മുടെ ലെഗസിയാണ് നമ്മൾ നമസ്കരിക്കുന്നത് ഈ അവസരത്തിൽ കേട്ടോ. അപ്പൊ എനിക്ക് തോന്നിയ 1-2 കാര്യങ്ങൾ പറയാം. അതിപ്പോ പ്രേമോദയങ്ങൾ പാടുമ്പോൾ സംഗതി കുറച്ചും കൂടെ സ്ലോർ ആയാൽ നന്നായിരിക്കും. പ്രേമോദയങ്ങൾ ഈ ടെമ്പോയിൽ ഒന്ന് പാടി കേൾപ്പിക്കൂ. പ്രേമോദയങ്ങളിൽ മീയോടു ചേർക്കുമൊരു ഗാനഗന്ധർവനാക്കൂ. ഓക്കെ, ആ ഗാന ഗന്ധർവന, ആ അകാരാണ് ഗന്ധർവൻ, ആ ഗന്ധർവനല്ല. അതുപോലെ മന്താരമല്ല, മന്ദാര. അത് ഭഗവാന് ശ്രീകൃഷ്ണ ഭഗവാന് ഒരുപാട് ഇഷ്ടപ്പെട്ടതാണ്. നാരായണീയത്തിൽ പറയുന്നുണ്ട്, മന്ദാര ശ്രംനിവിതം തവ പൃഥു കബരീഭാരമാലോകയേശം എന്ന് പറയുന്നത്. അത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ മന്ദാരത്തിന്റെ ഒരു മാലയുടെ കെട്ടുണ്ടെന്നാണ്, മുടിക്കെട്ടില്. മനസ്സിലായില്ലേ? അതാണ് മന്ദാരം എന്ന് അദ്ദേഹം ഉപയോഗിച്ചിരിക്കുന്നത്. അതുകൊണ്ടാണ്. അപ്പൊ ഇത്രയും ഒത്തിരി കാര്യങ്ങളുണ്ട് ഇതിനകത്ത്. ഇവിടെ പറയാനായിട്ട് അധികം സമയമില്ല. അപ്പൊ നീ കലക്കിയടാ. താങ്ക് യു സർ. എനിക്ക് ഒത്തിരി സന്തോഷമായി, ഇവിടം കൊണ്ട് സന്തോഷമായി ഈ പാട്ട് പാടിയത്. താങ്ക് യു. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. താങ്ക് യു സർ. ഈ ഒരു പാട്ട് ഗോവയിൽ താമസിക്കുന്ന മോൻ അത് എന്ത് ഭംഗിയായിട്ടാണ് കൺസീവ് ചെയ്തിട്ടുള്ളത്. എത്ര 12 വയസ്സ്? 12 വയസ്സ്. 13. അത് എന്തൊക്കെ വെറൈറ്റീസ് ഓഫ് സോങ്സ് ആണ് മാസ്റ്റർ നമുക്ക് തന്നിട്ടുള്ളത്. അപ്പൊ ഈ ഒരു ജനറേഷനിലെ ഒരു സിംഗർ അത് വളരെ ഡീറ്റെയിൽ ആയി പഠിച്ച് ഇത്ര ക്ലീൻ ആയിട്ട് സ്റ്റേജിൽ അവതരിപ്പിച്ചു എന്നുള്ളതാണ്. ഇനി അതിൽ വരേണ്ടത് എക്സ്പ്രഷൻസ് ആണ്, ഒരു ഫീൽ. ദാസേട്ടൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം അൾട്ടിമേറ്റ് ആയിട്ട് ഓരോ പാട്ട് പാടി വെച്ചിരിക്കുകയാണ്. ഇപ്പൊ തന്നെ മോൻ ഈ വയസ്സിൽ ചെയ്തിട്ടുള്ള ഒരു നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു പ്രസന്റേഷനാണ്. താങ്ക് യു സർ. അതിൽ ഇനി കുറച്ചും കൂടി ഫീല്, അത് പ്രായം കുറച്ചും കൂടി വരും സമയത്ത് കറക്റ്റ് ആയിട്ട് വരും. ഓക്കെ, വളരെ നന്നായി പാടി. എനിക്ക് പ്രത്യേകിച്ച് ഒന്നും പറയാനില്ല. ഈ ഒരു ക്ലാസിക് ഒക്കെ പാടാനുള്ള ഭാഗ്യം ഉണ്ടായല്ലോ. ഓൾ ദി ബെസ്റ്റ് വിഷസ് ആൻഡ് ഗുഡ് ലക്ക്. എൻ്റെ ഫേവറേറ്റ് സോങ്സിൽ ഒന്നാണ്. വീണ്ടും മെമ്മറി പറയുകയാണെങ്കിൽ അച്ഛൻ രാത്രി പഴയ മലയാളം പാട്ടുകൾ ഒരുപാട് വെച്ച് കേൾപ്പിക്കാറുണ്ട്. അപ്പൊ അങ്ങനെ ഞാൻ കേട്ട എൻ്റെ ചൈൽഡ്ഹുഡ് മെമ്മറിയിൽ ഞാൻ സ്വത്ത് പോലെ കൊണ്ട് നടക്കുന്ന ഒരു പാട്ടാണ് ഇന്ദ്രവല്ലരി പൂച്ചൂടി വരും എന്ന് പറഞ്ഞ പാട്ട്. ദക്ഷകുട്ടൻ ഭയങ്കര രസത്ത് പാടി, മനോഹരമായിട്ട് പാടി. ഈ ഏജിൽ ഈ പാട്ട് ഇങ്ങനെ പാടി ഫലിപ്പിക്കുക എന്ന് പറയുന്നത് ചെറിയ കാര്യമല്ല. താങ്ക് യു സോ മച്ച് ദക്ഷ്, ഈ പാട്ട് സെലക്ട് ചെയ്തതിന് താങ്ക് യു സോ മച്ച്. എനിക്ക് കുഞ്ഞൊരു കാര്യം പറയാനുള്ളത്, മന്ദാര മലരാക്കൂ ആ പ്രൊനൗൺസിയേഷൻ, അതൊന്ന് ഓവറോൾ എനിക്ക് തോന്നിയത് ആ പാട്ടിൽ
മലരാക്കൂന്ന് പോണ്ടായിരുന്നു ഓവറോൾ. എനിക്ക് പക്ഷേ 12 വയസ്സിൽ ഇങ്ങനെ ഈ പാട്ടൊന്നും പാടാൻ പറ്റില്ല കേട്ടോ. ഞാനത് കേട്ടിരിക്കുക, എനിക്ക് അർത്ഥം പറഞ്ഞുതരാൻ മാത്രമേ ഉള്ളൂ. ഹാറ്റ്സ് ഓഫ്. ശരിയാണോ? കുട്ടന് വേറൊരു കാര്യം, ദേവരായ മാസ്റ്റർ ഒരു പാട്ടിനെ എങ്ങനെയൊക്കെയാണ് അപ്രോച്ച് ചെയ്തിരുന്നതെന്ന് പുതിയ ജനറേഷന് പറഞ്ഞു കൊടുത്താൽ നന്നായിരിക്കും. ഉണ്ണിച്ചേട്ടാ, മാസ്റ്റർ എപ്പോഴും രചനയാണ് സമീപിച്ചിരുന്നത്. അതെ, ഒരു അക്ഷരത്തിന് പോലും മ്യൂസിക് ഉണ്ടെന്നാണ്. അപ്പൊ അത് എത്ര ദിവസങ്ങളായിരിക്കും അദ്ദേഹം പിന്നെയും അത് ഈണം ചെയ്ത് അവസാനം ഒരു ഈണം കിട്ടുമ്പോൾ പിന്നെ മാസ്റ്റർ ആ ഈണം മറക്കുകയാണ് വേണമെന്ന് വെച്ചിട്ട്. ഒരു 2 ദിവസം കഴിഞ്ഞിട്ട് പിന്നെയും പാടി നോക്കും അത് കിട്ടുമോന്ന്. അത് കിട്ടിയില്ലെങ്കിൽ അതിന്റെ ഈണം മാറ്റും. അത് കിട്ടുകയാണെങ്കിൽ അത് നിൽക്കുന്ന പാട്ടാണെന്ന് മാസ്റ്ററിന് മനസ്സിലാവും. അപ്പൊ ആ രീതിയിലാണ് അദ്ദേഹം അത് കണ്ടിരുന്നത്. പക്ഷെ ഇത് വേറെ ആരും കേൾപ്പിക്കില്ല. ആരെങ്കിലും കേൾക്കണമെന്ന് പറഞ്ഞാൽ അത് കേൾപ്പിക്കത്തില്ല. നീ കേൾക്കണ്ടെന്ന് പറയും. ലിറിക്സിന്റെ മുകളിലും ഒരു കമാൻഡ് ഉണ്ട് പുള്ളിക്ക്, അല്ലേ? തീർച്ചയായിട്ടും. ലാംഗ്വേജ് നമുക്ക് കാണാം വയലാറിന്റെ പല പാട്ടുകളിലും മാസ്റ്റർ ഇങ്ങനെ വെട്ടിയിട്ട് മേളിൽ എഴുതിയിരിക്കുന്നത്. വയലാർ സാറിനും ആ രീതിയിൽ മാസ്റ്ററോട് വലിയ റെസ്പെക്ട് ആയിരുന്നു. മാസ്റ്റർ അങ്ങനെയാണ് ഓരോ പാട്ടിനും. ഇപ്പൊ നമുക്ക് ഈ പാട്ടില്ലേ, ഒന്നിനി ശ്രുതി താഴ്ത്തി പാടുക പൂങ്കുയിലേ, ആ ശ്രുതി താഴ്ത്തി എന്നുള്ളത്, ശ്രുതി താഴ്ത്തി, അതാണ് മാസ്റ്ററുടെ. എന്നോ മലുറക്കമായി ഉണർത്തരുതേ, എന്നോ മലുറക്കമായി ഉണർത്തരുതേ, ഉച്ചത്തിൽ മിടിക്കരുതേ, നീ എൻ്റെ ഹൃദന്തമേ സ്വച്ഛ ശാന്തമെന്നോമൽ മയങ്ങിടുമ്പോ. ചേട്ടൻ ഇതൊക്കെ അറിയാവുന്നതാണ്, ചേട്ടൻ ചോദിച്ചോണ്ട്. ഞാൻ ദേവരാമാഷെ നേരിട്ട് കണ്ടിട്ടില്ല, ഞാൻ അതുകൊണ്ടാണ് ചോദിക്കുന്നത്. അപ്പൊ ഈ ജനറേഷൻ അതൊക്കെ പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാല് ഇങ്ങനത്തെ ഒരു മാസ്റ്റർ നമുക്ക് ഉണ്ടായിരുന്നു. ശരിക്കും മാസ്റ്റർ, റിയൽ മാസ്റ്റർ. ശരിക്കും ഇപ്പൊ മാസ്റ്ററുടെ പാട്ട് പാടാൻ പറ്റുന്നത് തന്നെ വലിയ ഭാഗ്യം കേട്ടോ നമുക്ക് എല്ലാവർക്കും. നമ്മൾ വീണ്ടും അത് കേട്ട് പഠിച്ചുകൊണ്ടിരിക്കണം. അത് ഒരു വലിയ യൂണിവേഴ്സിറ്റിയാണ്. അപ്പോ നമുക്ക് ഈ യൂണിവേഴ്സിറ്റിയിൽ നമുക്ക് മാർക്ക് വേണ്ടേ? ഇങ്ങനെ മനസ്സിലുള്ള ഒരു മാർക്കുണ്ട്, പക്ഷേ അതിനൂടെ കുറച്ച് ഇത്തിപ്പോരം കൂടെ ചേർക്കുന്നുണ്ട്. എന്തിനാണ് ഈ ഇത്തിപ്പോരം? എന്താ നീ അത്ര എഫേർട്ട് എടുത്ത് അതിന്റെ ലിറിക്സ് മനസ്സിലാക്കാൻ ശ്രമിച്ച് അതിന്റെ മ്യൂസിക്കാലിറ്റി മനസ്സിലാക്കാൻ ശ്രമിച്ച് ഇവിടെ വന്നതിനാണ് ആ ഒരു ഇത്തിപ്പോരം. സോ ഇപ്പൊ 98.5 ആണ് തരാൻ ഉദ്ദേശിച്ച മാർക്ക്. അതിന്റെ കൂടെ ഒരു 0.5 കൂടെ ചേർക്കും. എത്ര ചേർക്കും? 0.5. So that is going to be 99 out of 100 for that today. Thank you, sir. ഹാപ്പി അല്ലേ? ഓക്കെ, അപ്പൊ ഓൾ ദ വെരി ബെസ്റ്റ്. തന്നെ നമുക്ക് അടുത്ത പ്രാവശ്യം കാണണം കേട്ടോ. ബൈ ബൈ. ഇനി നമ്മുടെ പാലയിലുള്ള പാലാക്കാടിൽ നിന്നും ഒരു മൈഥിലി കുട്ടി വരെയാണ് മെലഡി റൗണ്ടിൽ പെർഫോം ചെയ്യാനായിട്ട്. ലെറ്റ്സ് വെൽക്കം മൈഥിലി ഓൺ സ്റ്റേജ്. വെൽക്കം മൈഥിലി. സുന്ദരി മൈഥിലി കുട്ടി വന്നു, പട്ടുപാവാടയൊക്കെ ഇട്ട്, പൂവൊക്കെ വെച്ച്. ഹലോ, ഹായ്. സുഖായിരിക്കുന്നോ? സുഖായിരിക്കുന്നു. വീട്ടിലെല്ലാരും എന്ത് പറയുന്നു മൈഥിലി കുട്ടി പാട്ടൊക്കെ കേട്ടിട്ട്? വീട്ടില് എന്റെ അനിയത്തിക്ക് ഇപ്പൊ എന്നോട് ഭയങ്കര കുശുമ്പ. ഓഹോ, ഭയങ്കര കുശുമ്പ. ചേച്ചി എന്നെ പാട്ട് പഠിപ്പിക്ക്, ഞാൻ അടുത്ത വർഷത്തേനുള്ള പാട്ട് ഇപ്പൊ തന്നെ പഠിച്ചോണ്ടിരിക്കുക. എന്നിട്ട് എന്നെ ഓരോ ഗ്രൂമേഴ്സ് അനൂപ് സാറും ശ്യാം സാറും ഒക്കെ ആക്കിയിട്ട് പുള്ളി ഞാനാവും. എന്നിട്ട് ചേച്ചി ഈ പാട്ട് എന്നെ പഠിപ്പിക്കണേ, അങ്ങനെ ഓരോ പാട്ടും ഓരോ ദിവസവും പുള്ളി ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. ശരിയാന്ന്. ചോദിക്കട്ടെ, പോക്കിരിയാണപ്പോ അല്ലേ? അതെ അതെ. കുശുമുണ്ടോ? ചെറുതായിട്ടുണ്ടോ? ഉണ്ടോ? സത്യം മാത്രമേ പറയുള്ളൂ. പാട്ട് പാടുന്ന ഇഷ്ടമാണോ? ടോപ്പ് സിംഗറിൽ വരുമോ? സാധാരണ പാടുന്ന പാട്ട് ഏതാ? അങ്കിൾ 2 വരി ഒന്ന് പാടിക്കേപ്പിക്കോ പ്ലീസ്? പ്ലീസ് അങ്കിൾ, നമ്മുടെ ഫ്രണ്ട്സ് അല്ലേ? കുട്ടിയെ എന്തേ കണ്ണന് കറുപ്പ് നിറം പാട്. അപ്പോഴേ ചേച്ചിക്ക് ഒരു ഓൾ ദി ബെസ്റ്റ് പറഞ്ഞേ. ഗ്രൂമിങ്ങിന് പോകുമ്പോഴും ഓൾ ദ ബെസ്റ്റ് പറയും. ഏതാണ് പാട്ട്? പൊന്മേഘമേ ശലഭങ്ങളെ. ഡീറ്റെയിൽസ്. സംഗീതം SP വെങ്കടേഷ് സാറ്, വരികള് കൈതപ്രം ദാമോദരൻ നമ്പൂതിരി സാറ്, സിനിമ സോപാനം,
വർഷം 1993, പാടിയത് ചിത്രമ്മ. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. ആഹാ. താങ്ക് യു.
ഏയ് മൈഥിലി, എന്തോ എന്തൊരു രസമായിരുന്നു ആ ബാക്ക്ഗ്രൗണ്ടിൽ കുഞ്ഞിനെ കാണാനായിട്ട്. താങ്ക് യു. ഒരു ശ്രീയുള്ള മൈഥിലിയായിരുന്നു. ശ്രീ മൈഥിലി എന്നൊക്കെ പറയാം. ശരിക്കും എന്തോ ഒരു ഡിവൈൻ പ്രസൻസ് പോലായിരുന്നു മീനുട്ടി. അതെ. താങ്ക് യു. നമ്മളിങ്ങനെ അതിലോട്ട് ആ പാട്ടിലോട്ട് ഇങ്ങനെ അട്രാക്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സംഭവമാണ്. പിന്നെ മേലെയുള്ള പോർഷനാണ് നമുക്ക് ടെൻഷനാണ്. നമ്മുടെ കുഞ്ഞിനെ കിട്ടുമോ കിട്ടുമോ എന്ന് പറയുമ്പോൾ ദാണ്ട് കിടക്കണം. സൂപ്പറായിട്ട് അങ്ങ് പാടുകയല്ലേ. താങ്ക് യു. പിന്നെ പല്ലവിൽ ഇങ്ങനെ സ്റ്റെപ്പ് കയറി 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 പോവില്ലേ, അതെങ്ങനെയായിരുന്നു? അരയാൽ കുമ്പിൽ നാമം ചൊല്ലും ഗന്ധർവൻ കാറ്റേ തുളസീദളം ചൂടാൻ വരൂ. എനിക്ക് വയ്യ. ഒരു നമസ്കാരം. താങ്ക് യു. ഇങ്ങനെയൊക്കെ പാടിക്കഴിഞ്ഞാൽ നമസ്കരിക്കണം. കുഞ്ഞെന്നൊന്നുമില്ല, പാടിക്കഴിഞ്ഞാൽ അത് സമ്മതിക്കുക. അതാണ് ആ മേലെയുള്ള പോർഷൻസ് ഇത്രയും നീറ്റായിട്ട് പാടിയതിന് ഒരു കൂഡോസ്. താങ്ക് യു. ചെറിയ അപ്ലോസ് ഒന്നും പോരാട്ടോ, ഒരു വലിയൊരു അപ്ലോസ് Yes. കൊടുക്കാം. താങ്ക് യു. അപ്പോ ഇതിന്റെ അർത്ഥം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹയർ റേഞ്ചസിലുള്ള പാട്ടുകൾ നമുക്ക് സെലക്ട് ചെയ്യാം. മൈഥിലി എപ്പോഴും അത് ശ്രദ്ധിക്കുക. മോള് ഓപ്ഷൻസ് കൊടുക്കൂലേ പാട്ടിന്, ആ ഓപ്ഷൻസ് ഒക്കെ ഇങ്ങനെയുള്ള ഇന്റലിജന്റ് സെലക്ഷൻസ് ആയിരിക്കണം. ഓക്കെ. അത് ഓർത്തോളൂ, ആ. അതിവിടെ വെച്ചോളൂ, ഓക്കെ. എന്നിട്ട് ഇവിടെ നിന്ന് പാടിക്കോളൂ. ഓക്കെ, റൈറ്റ്. മൈഥിലിക്കുട്ടി, എന്തോ. എന്തൊരു കോൺഫിഡൻസ് ആണ് ഇവിടുന്ന് കാണാൻ. താങ്ക് യു. ഭയങ്കര കോൺഫിഡന്റ് ആയിട്ട് പാടുകയും ചെയ്തു. ഓക്കെ. ഹയർ നോട്ടൊന്നും എനിക്ക് സ്വപ്നത്തിൽ വിചാരിച്ചാ പാടാൻ പറ്റാത്ത നോട്ട്സ് ആണ്. ആ ഒക്ടേവ് ഒക്കെ പറ്റേയില്ല എനിക്ക്. അത് കേൾക്കുമ്പോ കൊതി വരിക. താങ്ക് യു. മൈഥിലിക്കുട്ടിനെ പോലെ പാടാൻ എനിക്ക് ആശ വരികയാണ് അതൊക്കെ കാണുമ്പോ. കാര്യമായിട്ടൊന്നും പറയാനില്ല, നല്ല രസത്തിൽ പാടി കേട്ടോ. താങ്ക് യു. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. മൈഥിലിക്കുട്ടി എന്ന ചുന്ദരിമണി. എന്തോ. എനിക്ക് തോന്നിയത് ഈ മൈഥിലിക്കുട്ടി ഒരു ഭയങ്കര കൂൾ ഡ്യൂഡാണ്. അത് ആ പ്രോഗ്രഷനൊക്കെ എന്ത് ഭംഗിയായിട്ടാ കൊണ്ടെന്നറിയോ. എനിക്ക് കുറച്ച് ഹൈലൈറ്റ് ആയിട്ടുള്ള സാധനങ്ങളുണ്ട്. അനുപല്ലവിയിൽ ആ സെക്കൻഡ് ലൈനില്ലേ മോളെ, ഒന്ന് പാടും. അകത്തമ്മയായി മഞ്ഞൾ കുറി കൂട്ടുകൊണ്ടത്തരാ. ആ ടച്ചസ് ഒക്കെ ഭയങ്കര രസമായിട്ട്. നെക്സ്റ്റ് ലൈൻ. അകത്തമ്മയായി വാ, വാ. നിന്നിടേറ്റിടാൻ. അങ്ങനെ പാടിക്കോ മുഴുവൻ. പൂങ്കുളങ്ങരെ തുടി കുളിക്കുവാൻ കൂടെ ഞാൻ വരാമാതിര പെൺകൊടി. യെസ്, ദാറ്റ്സ് എ ഹൈലൈറ്റ്. എന്റെ അമ്മ, അതൊക്കെ പെർഫെക്ഷനോട് കൂടിയാ പാടി. ഓരോ പ്രാവശ്യവും ആ കറക്റ്റ് നോട്ടിൽ പോയി ഹിറ്റ് ഇത് ചെയ്യുക. അനുപല്ലവി ചരണത്തിൽ ഇതിനെക്കാട്ടിലും നന്നായി. ഫസ്റ്റ് പല്ലവി പാടിപ്പോ മാത്രം ആ ചൂടാൻ വരൂ കുറച്ചൊന്ന് ഡൗൺ ആയി. അത് മാത്രമാണ് ഒരു ഡിഫക്റ്റ് ആയിട്ട് എനിക്ക് തോന്നിയത്. താങ്ക് യു. അതർവൈസ് ഇറ്റ് വാസ് സൂപ്പർ. മൈഥിലിക്കുട്ടി അത് അറ്റംപ്റ്റ് ചെയ്യാൻ പോകുമ്പോ തന്നെ നമുക്ക് ഇവിടെ ഇങ്ങനെ ടെൻഷൻ അടിക്കുക. എനിക്ക് ടെൻഷൻ ഉണ്ടായിരുന്നില്ല, കാരണം അവളുടെ വോയിസിന്റെ ഒരു സ്ട്രക്ചർ എങ്ങനെയാ വെച്ചാല് വളരെ എഫേർട്ട്ലെസ് ആയിട്ട് അങ്ങനെ മേലേക്ക് പോകും. അങ്ങനത്തെ ഒരു റേഞ്ച് ഉള്ള മോളാണ്. സോ യു ഡിഡ് എ ഗ്രേറ്റ് ജോബ്. താങ്ക് യു. ഗുഡ് ലക്ക്. താങ്ക് യു. ഇങ്ങനെ ഈ ജോഗ് അങ്ങനെയുള്ള രാഗത്തിന്റെ ഛായകളാണ് ഇതിലുള്ളത്. അപ്പൊ ഞാൻ പെട്ടെന്ന് രവീന്ദ്ര മാസ്റ്ററുടെ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരു പാട്ട് എനിക്ക് ഓർമ്മ വരുന്നുണ്ട്. ഇല്ലിക്കാടും ചെല്ലക്കാറ്റും തമ്മിൽ ചേരും നിമിഷം, ഓ താരും തളിരും ചൂടും ഹൃദയം, ഓ മഞ്ഞും മഴയും മലരായി മാറും ഇല്ലിക്കാടും ചെല്ലക്കാറ്റും തമ്മിൽ ചേരും നിമിഷം. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു പാട്ടാണ്, ഭയങ്കര ബ്യൂട്ടിഫുൾ ആണ്. അപ്പൊ അതൊക്കെയാണ് കഥകൾ. അപ്പൊ മാർക്ക് വേണ്ടായോ? ആ വേണം. പഴയ മാർക്കുകൾ വരട്ടെ. ആദ്യത്തെ പെർഫോമൻസിന് 97.5, രണ്ടാമത്തെ 96, മൂന്നാമത്തെ 98. അപ്പൊ ആദ്യം ഇങ്ങനെ, പിന്നെ താഴോട്ട്, പിന്നെ ഇങ്ങനെ, പിന്നെ എങ്ങോട്ട് പോണോ ഇനി? മുകളിലേക്ക് പോകണമെന്ന് എന്റെ ആഗ്രഹം. It is going to be 99 on 100 for Maithili today. അപ്പൊ ഇപ്പൊ നേരെ മേലോട്ട് പൊക്കോണ്ടിരിക്കണേ അല്ലേ? അങ്ങനെ തന്നെ നിക്കട്ടെ. ഓൾ ദ വെരി ബെസ്റ്റ്. അടുത്ത പ്രാവശ്യം കാണാം കേട്ടോ. ബൈ. ടോപ്പ് സിംഗറിന്റെ നമ്മുടെ ഇന്നത്തെ ഒരു എപ്പിസോഡ് ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യാൻ സമയമായിരിക്കുകയാണ്. നമ്മൾ നാളെ ഇതേ സമയത്ത് വീണ്ടും കാണുന്നുണ്ട്, ഒരുപാട് നല്ല നല്ല പാട്ടുകളും പെർഫോമൻസും ഒക്കെ ആയിട്ട്. അതുകൊണ്ട് ഇന്ന് തൽക്കാലത്തേക്ക് മാത്രം ടോപ്പ് സിംഗർ സീസൺ 6 ന്റെ വക ടാറ്റ ബൈ, സീ യു.